ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതിൻ്റെ 2ാമത്തെ ദിവസം മുതൽ കാലിക്കറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങായി. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് വരും, ഒരുപാട് പുസ്തകങ്ങൾ കാണാം, വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ, ഭക്ഷണങ്ങൾ. കോഴിക്കോട് തന്നെ ഭയങ്കര കളർഫുള്ളാണ് അല്ലേ ഓൾറെഡി. അപ്പം KLF കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ടും നല്ല രസത്തോടെയൊക്കെ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റായി. അങ്ങനെ KLFിലേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ കസിൻ പ്രത്യവാണ്. ഞങ്ങൾ പോയപ്പോൾ തന്നെ കുറേ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു, കുറേ ഷെഫൊക്കെ ഉണ്ടായിരുന്നു. അവരവരുടെ കേക്ക്സും ബേക്കിങ്ങും ഒക്കെ പറ്റി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. അവരുടെ തന്നെ കുറേ യുണീക്ക് ഡെലിക്കസീസ് ഒക്കെ അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. പാരഗണ്ട് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ലോക്കൽ ബേക്കേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അങ്കിൾ ജോൺ, അങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡെക്കോർ തന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഒരുപാട് ലൈറ്റിങ്സും ഒക്കെ, കുറേ വ്ളോഗേഴ്സും കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കാനൊക്കെയുള്ള തിരക്കിലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഫേസ് പെയിൻറ്റിങ്ങിനായിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 4-5 പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ടാവും. അതിന് ബേസിക് ചാർജ് 50 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർ സെപ്പറേറ്റ് അത് ചെയ്തും തരും. കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ചാർജും കൊടുക്കേണ്ടി വരും. പക്ഷേ ചിലപ്പോൾ ചിലവർ ചിന്തിക്കും ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഓവറല്ലേ എന്ന്. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണല്ലോ നമ്മളൊക്കെ സന്തോഷവാന്മാരാക്കുന്നതെങ്കിൽ അത് ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് ഒരു സെക്ഷനിൽ നോക്കുമ്പോൾ അവിടെ കാരിക്കേച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ ഐസ് ഒരതി കഴിക്കണം എന്നുള്ളത്. പണ്ട് ചെറുപ്പത്തിലിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെത്തൈസ് എന്നൊക്കെ ആയിരുന്നു പറയുക, ചൊരണ്ടി എന്നൊക്കെ. അങ്ങനെ കഴിച്ചൊരു ഓർമ്മ ഉണ്ട്. പക്ഷേ എനിക്ക് ആ രുചിയൊക്കെ മറന്നുപോയി. പിന്നീട് ഇവിടെ കോഴിക്കോട് വന്നപ്പോഴാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്, എരിവും മധുരമൊക്കെ ഉണ്ടെന്ന്. ഞാനൊരു എരിവുള്ളതും എൻ്റെ കസിനൊരു മധുരമുള്ളതാണ് കഴിച്ചത്. പക്ഷേ അതെനിക്ക് ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ആയിട്ടാണ് തോന്നിയത്. പാരഗണിൻ്റെ സ്റ്റോളിലോട്ട് കയറി. പാരഗണിൻ്റെ സ്റ്റോളിലാണെങ്കിൽ അവരുടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്തു. കുറച്ച് അവരുടെ സ്നാക്സ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് അവരുടെ ഡിന്നർ ഐറ്റംസ് പോലെ കുറേ ഉണ്ട്, പുഡിങ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പാർവതിയും നസീറുദ്ദീൻ ഷാൻ്റെയും ഇൻ്റർവ്യൂസ് നടക്കുന്നത് കണ്ടത്. അപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് കേൾക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ കണ്ടതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് ബുക്ക് സ്റ്റാളിലേക്ക് കയറി. അങ്ങനെ ബുക്ക് സ്റ്റാളിൽ കയറിയ സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ ബുക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എത്ര ബുക്സ് എടുക്കണം എന്ന് പോലും കൺഫ്യൂഷൻ ആവുന്ന അത്ര ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഏതൊക്കെയോ കുറേ എടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിസ് ഇട്ടിക്കോരൊക്കെ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കൺഫ്യൂസ്ഡായി അവസാനം ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ടൊരു പുസ്തകം എടുത്തു. അതല്ലാതെ ഞാൻ നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്നുള്ള അവരുടെ ആത്മകഥയും അത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചത്. എന്നിട്ടും എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്യണമെന്നും വാങ്ങണം എന്നൊക്കെ തോന്നി. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാണ് ഉണ്ടായത്. അത്രയും കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു തരത്തിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ, ഒരുപാട് ആളുകൾ ഇന്നും മൊബൈലും ഒക്കെ ഉണ്ടായിട്ടും വായിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അറിയുന്നതൊരു സന്തോഷമാണ്. പിന്നെ വേറെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ കെൻസ TMT സ്റ്റീൽവാസിൻ്റെ അവരൊരുക്കുന്ന ഇങ്ങനത്തെ ചാലഞ്ചസ്. ഇത് ഭയങ്കര രസമാണ്. എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുന്നത് ഒരു പെൺകുട്ടി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെൺകുട്ടി ചെയ്തതെന്നല്ല, വിത്തൗട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കണ്ടിന്യൂസ് 3 മിനിറ്റ് ആൾ തുടർച്ചയായി ചെയ്യാണ്. ഒരു പിന്നെ സ്ട്രെയിനസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളൊരു അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് വന്നു ചെയ്തു, വിന്നറായി പോയി. അത് നല്ല രസമായിരുന്നു. പിന്നീട് നമ്മൾ പുറത്തൂടൊക്കെ നടക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഒരു അർമാദം കാണാമായിരുന്നു. ഓരോ സൈഡിൽ നിന്ന് ആളുകൾ ഗ്രൂപ്പായിട്ട് പലതരത്തിലുള്ള പാട്ടുകളൊക്കെ പാടി അവിടെ വൈബ് ചെയ്യായിരുന്നു. ശരിക്കും വേറെ തന്നെ ഒരു അഴകാണ്. ഞാൻ ഒരുപാട് ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ലൈവായിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ളത് പോലത്തെ ഒരു തരത്തിലുള്ള ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഭയങ്കരം ഒരു യുവത്വത്തിൻ്റെ ആ തിളപ്പൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ കോഴിക്കോട് ബീച്ചിൽ കാണാമായിരുന്നു. പിന്നെയും ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു.